അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ നമ്മൾ മുൻശ്ശേരിയിലായിരുന്നു. മുൻശ്ശേരിയിൽ നിന്ന് നമ്മൾ ധാർചൂല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. ധാർചൂല എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു മേലെയുള്ളൊരു സ്ഥലമാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്ന കാഴ്ച കണ്ടില്ലേ, ഈ പുഴയ്ക്കക്കരെ കാണുന്നത് നേപ്പാളാണ്. നേപ്പാൾ ഇന്ത്യ ഒരു ഇൻ്റർനാഷണൽ ബോർഡറിലാണ് നമ്മളുള്ളത്. ഇതുപോലുള്ള പല ബോർഡറുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടന്ന് മാത്രമേ നേപ്പാളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ, വണ്ടി കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഈ നദിക്ക് കുറുകെ ഒരു ചെറിയൊരു തൂക്കുപാലം ഉണ്ട്. അവിടെ നമ്മൾ അതിനടുത്തായിട്ട് തന്നെയാണ് റൂം എടുത്തേക്കുന്നത്. ഇത് KMV എന്ന് പറയുന്ന ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റൂമാണ്. നമ്മൾ ഡോമിറ്ററി കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വരെ വന്നത് ജസ്റ്റ് ഒന്ന് നേപ്പാൾ കയറി ഒന്ന് കറങ്ങിയിട്ടെങ്കിൽ തിരിച്ചു പോരുന്നു. നേപ്പാളിലേക്ക് നമ്മൾ പോകുന്നൊന്നുമില്ല, കാരണം കയറി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ അവിടുന്ന് പിന്നെ ടാക്സിയോ ബസ്സൊക്കെ വിളിച്ച് പോകേണ്ടി വരും നേപ്പാളിൻ്റെ ഉള്ളിലേക്കൊക്കെ. ഇവിടെ പ്രത്യേകിച്ച് ധാർചൂളയിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇവിടുന്ന് മേലേക്ക് കാലാപാനി, അതുപോലെ ഹോം പർവ്വത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ മേലേക്ക് പോകണം. കൈലാസം, അതുപോലെ മാനസ സരോവർ ലേക്ക്, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, മഞ്ഞ് കാരണം എല്ലാം ക്ലോസ് ആണ്. നിങ്ങൾ ഒരു ഏപ്രിൽ മെയ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ മേലേക്കൊക്കെ പോയിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 10 മണി കഴിഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ പാലം തുറക്കുന്നത് 10 മണി കഴിയുമ്പോൾ. 10 മണി തൊട്ട് 5 മണി വരെയാണ് നേപ്പാളിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ. 5 മണിക്ക് മുന്നേ നമ്മൾ തിരിച്ച് വരണം, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ അതേ ഞങ്ങൾ ഇപ്പോൾ ഇത്ര നേരം ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ പൊതുവേ തണുപ്പൊക്കെ കുറവാട്ടോ. ഇവനിവിടെ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് റേഞ്ച് കമ്മിയാണ്, റേഞ്ച് കുറവാണ്. പോവല്ലേ, നേപ്പാൾ കയറിയിട്ട് വരാം. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്, എല്ലാം ആദ്യമായിട്ട് തന്നെയല്ലേ. അതല്ലേ, എന്നാ വാ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. വണ്ടി ഒന്നും എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് നടന്ന് ആണ് പോകുന്നത്. പെട്ടെന്ന് വാ. ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ നേപ്പാൾ പോയിട്ട് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുക. ഈ ധാർചൂല എന്ന് പറയുന്നത് ഒരു ട്രേഡിങ്ങിനൊക്കെ ഒരു കച്ചവട ഏരിയ കേട്ടോ. നേപ്പാളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അതേപോലെ അവിടെയും നേപ്പാൾ തുണിക്കൊക്കെ വിലക്കുറവാണെന്ന് കേട്ടു. ഇവിടെ ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ ഇവിടെയും വിലക്കുറവുണ്ട്. പാലം ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ മാസ്ക് വെക്കണം. അപ്പോൾ ക്രോസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മാത്രം മതി. ഇന്ത്യയിലും നേപ്പാളിലും അവിടെ മാസ്ക് വെച്ചാൽ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മാസ്കൊക്കെ വാങ്ങിച്ചു. ഇത് കണ്ടില്ലേ, മൊത്തം കടകളാണ്, ഇഷ്ടംപോലെ ഷോപ്പുകളാണ്. ധാർചൂല എന്ന് പറയുന്നത് വലിയൊരു ടൗണാണ്. ഹിമാലയം ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി ഈ ടൈമിൽ, മഞ്ഞ് വീഴുന്ന ടൈമിൽ ഇവിടെ വന്നിട്ടാണ് കച്ചവടമൊക്കെ ചെയ്യുന്നത്. നമ്മൾ പാലത്തിൻ്റെ ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് 965 കിലോമീറ്റർ കേട്ടോ, ഏകദേശം 1000 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഗൂരിമല ഇത് താഴെ കാണാം. നമ്മുടെ ഇന്ത്യൻ ബോർഡർ പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പാലത്തെ കയറി കഴിഞ്ഞിട്ട് എടുക്കാം. കയറുകയല്ലേ? മറ്റയാളെ കിട്ടിയില്ല. മറ്റയാളെ കിട്ടിയില്ല, അത് നമുക്ക് പറയാം. നമ്മൾ ഇന്നലെ കണ്ട മലയാളിയുണ്ട് ഇവിടെയുള്ള പുള്ളിക്കാരനെ. നമ്മൾ ഇന്നലെ ചായ കുടിക്കാൻ പോയപ്പോൾ ഇവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ചിലപ്പോൾ ഇവിടെ ആവും ഡ്യൂട്ടി എന്ന് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ ഡ്യൂട്ടിക്ക് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പോയി നോക്കല്ലേ? ക്യാമറ തൽക്കാലം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളങ്ങനെ അതേ നേപ്പാൾ കയറിട്ടോ. നമുക്ക് പാലത്തേന്നോ എവിടുന്നോ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഈ സൈഡിൽ കയറിയപ്പോൾ വേറെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു കാര്യവും ചെക്ക് ചെയ്തിട്ടില്ല. നേപ്പാൾ കയറിയപ്പോൾ ഇവിടെ വെറുതെ എന്തായി, വേറെ രാജ്യത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല. ഫീലൊന്നുമില്ല. ഇവിടെ ദേ പറഞ്ഞ പോലെ നമ്മുടെ ആ ഭാഗത്ത് വേറെ കച്ചവടമാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് വിലക്കുറവിൽ കിട്ടുന്ന തുണി കേട്ടോ. ഫുള്ള് തുണീൻ്റെ കടകളാണ്. സ്ഥിരം പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഉള്ളവർക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ബസ്സിൽ ഒരു ടീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ആർമിക്കാർ. അതിലുള്ള ആൾക്കാർ നമ്മളെ കണ്ടപ്പോൾ മനസ്സിലായി. അവർ നമ്മുടെ ID കാർഡ് ചെക്ക് ചെയ്തു. എൻ്റെ അടുത്ത് വോട്ടർ ID ആണ്, ഇവരുടെ അടുത്ത് ആധാർ കാർഡുണ്ട്. നമ്മുടെ അവിടെ എൻട്രി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ കയറുന്നിടത്ത് പ്രത്യേകിച്ച് ഇപ്പുറത്തൊന്നും കാണാനില്ല എന്ന് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞാണ് ധാർചൂല. ഞങ്ങൾ വെറുതെ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് പോലൊരു സ്ഥലം, നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് വന്നു. അതേ നേരെ ഓപ്പോസിറ്റ് കാണുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ആ നദീൻ്റെ അപ്പുറം ഇന്ത്യ കാണാം കേട്ടോ. ഇത്രയും നേരം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ധാർചൂളൊക്കെ അവിടെയാണ്. നമ്മൾ കുറേ കൂടെ ഇങ്ങോട്ട് വന്നു. നമ്മുടെ അരുൺ സാറുണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. പുള്ളിക്കാരനെ ഞങ്ങൾ വിളിച്ചായിരുന്നു വരുന്നതിന് മുന്നേ. പുള്ളിക്കാരൻ ബോർഡറിൽ അവിടെ നമ്മളെ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് മൂപ്പര് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ്. മൂപ്പര് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ വിളിച്ചിട്ട് ആദ്യം ഫോൺ എടുത്തില്ല, അപ്പോൾ തിരിച്ച് ഇവനെ വിളിച്ചിട്ടുണ്ട്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചെക്ക് പോലും ചെയ്തില്ല, ഒന്നുമില്ല, ചെക്ക് ചെയ്യുക ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നോക്കെ വരാം. എന്താ മൂപ്പര് പറഞ്ഞേ? മൂപ്പരെന്താ
ഫോട്ടോ എടുക്കൽ എന്തായാലും നടക്കൂല വീഡിയോയും കാര്യങ്ങളൊന്നും. പിന്നെ കാണാതെ എടുക്കാനാ പറയണത്. കാണാതെയോ? എങ്ങനെ എടുത്താലും കാണും. നമുക്ക് വേണ്ട. നേപ്പാളും ഉണ്ട്, നേപ്പാളിന്റെ ആർമി ഉണ്ട്, ഇന്ത്യനും ഉണ്ട്, 2 ടീമും ഉണ്ട്. ഏതായാലും ഒരു ടീം കാണും. ആ പാലത്തിലൊക്കെ നേപ്പാളിന്റെ പോലീസാണ് നിൽക്കുന്നത്. ആരെങ്കിലും കണ്ട് സീനാക്കിയല്ലേ ക്യാമറ ഒക്കെ പിടിച്ചു വെച്ചാൽ. ക്യാമറ പിടിക്കും. നമ്മളവിടുന്ന് ബോർഡറിൽ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടു കഴിഞ്ഞാൽ ക്യാമറ പിടിക്കും. ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീനാവും. പിടിച്ചു വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആകെ സീനാവും. അതുകൊണ്ട് അവിടുന്ന് അധികം വീഡിയോ എടുക്കാൻ ഹിന്ദി നവാ പോവാ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഒന്ന് കാണുമ്പോൾ, ഇവിടെ താഴെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് വരുന്നവരെല്ലാം ഇവിടെ വരും. ഇപ്പോൾ നമ്മളൊരു 1/2 കിലോമീറ്ററോളം 1/2 കിലോമീറ്റർ നടന്നു കാണൂലേ? 1 കിലോമീറ്റർ നടന്നോ? ഇല്ലേ, പിന്നെ നമ്മൾ അതിനകത്തൂടെ എത്ര ദൂരം വന്നു? ഒരു 1/2 കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാനുള്ള വഴിയാണ്. നടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ താഴെ നമുക്ക് ബസ് സ്റ്റാൻഡുണ്ട്. നേപ്പാളിന് ബസ് സ്റ്റാൻഡും ബസ്സും ഉണ്ട്, അതുപോലെ ടാക്സിയും ഉണ്ട്. നമുക്ക് നേപ്പാളിൻ്റെ പല ഭാഗത്തേക്കുള്ള വണ്ടികൾ ഇവിടുന്ന് കിട്ടും. ബസ് കയറി പോകുന്നോ? വിട്ടോന്നോ? ഞാൻ പോകാണ്. എന്നാ നേപ്പാളിലേക്ക് പോക്കോ നീ? ഞാൻ തിരിച്ചു പോവാ. എത്തിപ്പെട്ടില്ലേ, ഇനിയിപ്പോ തിരിച്ചില്ലൊരു മടക്കയാത്ര. ഒരിക്കലും മുമ്പോട്ട് വെച്ച കാലം പിറകോട്ട് എടുക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നാ നീ വിട്ടോ, നിന്റെ ബാഗ് ഒക്കെ അവിടെ ഇരിക്കുക. അതങ്ങോട്ട് ഈ എന്തായാലും എന്തെങ്കിലുമൊക്കെ എത്തൂല. ഞാനൊന്നുമില്ല, നീ വിട്ടോ. നീ നേപ്പാളൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് ഇറങ്ങുമ്പോ എന്നെ വിളിക്ക്. ഇങ്ങോട്ടോ? ഞാനപ്പോ വന്ന് നിന്നെ എടുക്കാം. ഈ ബോർഡർ വേണ്ട, വേറെ ഏതായാലും ബോർഡർ. പക്ഷെ എന്റെ ബാഗിൽ ഒരു കുന്തമില്ല, അതുകൊണ്ട് ഇനിയിപ്പോ അത് പോയാൽ എനിക്കൊന്നുമില്ല. ഞാനിതാ ഈ കൈയും ബിസിയും കണ്ട് തന്നെയാണ് കൂടുതലും യാത്ര ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പോയിച്ചിട്ട് ഈ അത് കൊടുന്നേരാനായിട്ട് എന്ത് ചെയ്യണ്ട, വരണ്ട കേട്ടോ. എന്നാ ഇവിടുന്ന് നിന്നെ ഞാൻ കാഠ്മണ്ഡു ബസ്സിന് കയറ്റി വിടാം. കാഠ്മണ്ഡുവിലേക്ക് 1000 കിലോമീറ്റർ. ഇപ്പൊ കയറി കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തും. അതിനെന്തിനീ കാഠ്മണ്ഡുവിൽ തന്നെ എത്തണമെന്നൊന്നുമില്ല, നമുക്ക് നേപ്പാൾ എത്തിയാൽ മതി. നേപ്പാൾ കയറിയല്ലോ. ഇനി ഇത് മൊത്തം ഞാൻ കണ്ടു തീർത്തോളാം. ഈ ആയിട്ട് എന്ത് ചെയ്യണ്ട. അപ്പൊ ഇവരെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോയാലോ? ഇവിടെ നമുക്ക് ഇന്ത്യയിൽ നിന്നാലും നമുക്ക് നേപ്പാളിലെ റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇവിടെ റേഞ്ച് കിട്ടത്തില്ല നമ്മുടെ എയർടെല്. ഇവിടെ നേപ്പാൾ ടെലികോമും അതുപോലെ എൻസെൽ എന്ന് പറഞ്ഞ 2 സിമ്മിൻ്റെ റേഞ്ചാണ് കാണിക്കുന്നത്. നമ്മൾ നേപ്പാൾ കയറുകയാണെങ്കിൽ എന്തായാലും നേപ്പാൾ സിം എടുക്കേണ്ടി വരും. അതിൻ്റെ ഇനി ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. എൻ്റെ കയ്യിൽ പാസ്പോർട്ടൊന്നുമില്ല. നിനക്ക് പാസ്പോർട്ടില്ലേ? നമുക്ക് എല്ലാതും ഉണ്ട്. ഞാൻ എല്ലായിടത്തും കണ്ടാണ് ഇറങ്ങി പോന്നിരിക്കുന്നത്. എവിടേക്കെങ്കിലും കഴിഞ്ഞപ്പോ ഒരു യൂറോപ്പോ അല്ല ലണ്ടനോ ആരെങ്കിലൊക്കെ ഇതേപോലെ വിളിച്ചു പോയാൽ ആരെങ്കിലും ഒക്കെ ഒരു വിസ അയച്ചു കൊടുക്കുക, അവൻ കയറി വന്നോളൂ അല്ലേ? ഞാൻ അങ്ങോട്ട് കയറി പോകും. കാരണം നമുക്ക് ഇന്ത്യ ഏകദേശം എന്റെ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യ രീതിയിൽ നല്ല രീതിയിലല്ലെങ്കിലും ഇപ്പൊ നമ്മള് നേപ്പാൾ കയറിയില്ലേ? നേപ്പാൾ കാണണ്ടേ? അപ്പൊ ഇതാട്ടോ നമ്മൾ പറഞ്ഞ ബസ് സ്റ്റാൻഡ്. ബസ്സുണ്ട്, അതേപോലെ ടാക്സിയും കിടപ്പുണ്ട്. ടാക്സിയിലൊക്കെ ആള് നിറഞ്ഞ് പോവാണ്. എങ്ങോട്ടാണോ? അടുത്തുള്ള സ്ഥലം ഏതാണോ മെയിൻ? ഇനിയും പോകണ്ട ഫ്രണ്ടിക്ക്? ഇനിയും വേണ്ട, കഴിഞ്ഞു. നീ ഇന്ന് വിട്ടോ. ബസ് സ്റ്റാൻഡ് കാണാം, അപ്പുറത്ത് ഇന്ത്യ കാണാം, എല്ലാം ഇവിടുത്തെ കാണാം. ഇവിടുത്തെ ടാക്സികൾ ബസ്സിനും അല്ലാത്ത വണ്ടികൾക്കൊക്കെ ബ്ലാക്ക് നമ്പർ പ്ലേറ്റ് ആട്ടോ. പ്രൈവറ്റ് വണ്ടികൾക്ക് ചുമപ്പും പച്ചയൊക്കെ കണ്ടു. ഏതാണാവോ കറക്റ്റ്? ചുമപ്പാണ് കുറേ വണ്ടികൾക്ക് കണ്ടത്. ബസ്സിന് ഫുള്ള് ബ്ലാക്കാണ്. ബസ്സിൽ കണ്ടോടാ പച്ചക്കറിയൊക്കെ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. ആൾക്കാർ അവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. മെയിനായിട്ട് കച്ചവട ഏരിയയാണ് ഈ ധാർച്ചുല എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളവരുടെയൊക്കെ നെറ്റിയിൽ ശ്രദ്ധിച്ചോ? വലിയ ചുമന്ന. അതായത് നീ ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കണേ. നീ വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ആൾക്കാരുടെ നെറ്റിക്കൊക്കെ ഉണ്ട്. ഇവിടെ ഏതോ ക്ഷേത്രമുണ്ട്. ഇവിടുന്ന് നമ്മളിപ്പുറം കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് 3 കിലോമീറ്റർ ആ ഭാഗത്തേക്കാണ്ട് പോയ ഏതോ ഒരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ മറന്നു, പക്ഷെ നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ നേപ്പാളിന് ഇതിനപ്പുറം വേറെ റോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇതാണ് ഇവരുടെ അവസാനത്തെ സ്ഥലം. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇവിടുന്ന് ഇനിയും കാലാപാനി അങ്ങനെ ചൈനേൻ്റെ ബോർഡർ വരെ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് നേപ്പാളിൽ നിന്നാട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി. ഇവിടുത്തെ ഹോട്ടലിൻ്റെ അകത്തെ കാഴ്ച കാണുന്നു. ഇതുണ്ടല്ലേ, മൊത്തം കുപ്പികളിരിക്കുന്നത് ഫുള്ള് സാധനങ്ങളാട്ടോ. ഇവിടെ നമ്മൾ ചോറ് പറഞ്ഞിട്ടുണ്ട് 150 രൂപയാണ്. ഇവിടുത്തെ നേപ്പാളി പൈസ 150 രൂപയാണ് ഒരു പ്ലേറ്റ് ചോറിന്. എന്ന് വെച്ചാൽ ഒരു ഖാനാന്ന് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടോ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഷെൽഫ് ഫുള്ള്. ഇവിടെ എല്ലാവരും അങ്ങനെയാ. ബാർ വിത്ത് റെസ്റ്റോറൻറ്റാ ഹോട്ടല്. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ചോറ് കഴിക്കാന്ന് വെച്ചിട്ടാണ്. ഇവിടുത്തെ സെറ്റപ്പുകളൊക്കെ എങ്ങനെയാണെന്നൊന്ന് അറിയണമല്ലോ, അറിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ബിയറും കുപ്പികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അധികം ക്യാമറ ഓഫ് ആക്കുന്നത് പിന്നെ പറഞ്ഞേക്കല്ലേ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഫുഡ് വരട്ടെ, നമുക്ക് ഇതിന്റെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം. എന്താ സംഭവം എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പൊ ഇതാണ് ഇവിടെ 100 രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ. ചോറും കോളിഫ്ലവറിന്റെ ഒരു കറി, സബ്ജി ഇതൊക്കെ ഉണ്ട്, ഒരു കറി ദാലും ഉണ്ട്. അതുപോലെ ഇവിടെ ചിക്കനും ഇത് ബീഫല്ലല്ലോ, ബക്രീന്ന് വെച്ചാൽ പശു അതൊക്കെ കിട്ടൂല്ലേ ഇവിടെ.
എല്ലാം കിട്ടും, മട്ടനും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമ്മൾ എന്തായാലും ഇന്ന് ഫുള്ള് വെജാട്ടോ. എങ്ങനെയുണ്ട് നേപ്പാളിലെ ചോറ്? കഴിച്ചു നോക്കിയിട്ട് പറ. കഴിച്ചു നോക്കട്ടെ. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഇന്ത്യ ബോർഡറിൽ കിടക്കുന്നില്ലേ, ചുമ്മാ. ഇത്രയും മോശം ഫുഡ് ഇതുവരെ കഴിക്കേണ്ട വന്നിട്ടില്ല. എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് എന്ത് ഫുഡാണെങ്കിലും കഴിച്ച് ശീലം ഉണ്ടായോണ്ട്. ശീലമുണ്ട്, എനിക്ക് ശീലമുണ്ട്. പക്ഷേ എന്നാലും ഫുഡിന്റെ കാര്യം അങ്ങ് നീ പറ. കഴിച്ചത് ഇപ്പൊ എന്ത് സാധനമാണെങ്കിലും കഴിച്ചു എന്നുള്ളതല്ല. ഫുഡ് അങ്ങനെ ഉത്തരാഖണ്ഡിൽ ഇത്രയും നാളെ കിട്ടിയെന്ന് വെച്ച് നോക്കാം. ചാവല് വേണോ? ക്യാമറ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അത് മാത്രം പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ ഫുഡിനെ ഒരിക്കലും കുറ്റം പറയരുതെന്നെ ചിന്താഗതിയാണ് ഞാന്. എന്നാലും പിന്നെ ബാക്കിയുള്ളതിനെ വെച്ച് കണ്ട ഒരു കമ്പയർ അത്രേ ഉള്ളൂ പറയാൻ പറ്റാ. പറയോട്ടെ, മോശമാണ് ചെറുതായിട്ട്. ഈ റൈസൊന്നും ഒരു സുഖമല്ല, അതുപോലെ സബ്ജി ആണെങ്കിലും ഒരു സുഖമല്ല. നമ്മൾ ഇത്ര നാൾ ഉത്തരാഖണ്ഡിൽ നിന്ന് കഴിച്ച പോലെ അല്ല. ഞാൻ മതിയാക്കി, ഞാൻ ഫുഡ് എവിടെയും വേസ്റ്റ് ആക്കാത്തതാണ്. ഈ റൈസ് തന്നെ ഒരു ഇതില്ല, ആകെ ഒരു എന്തോ പോലെ, അതാണ് കഴിക്കാത്തത്. പിന്നെ ഒരു കടയിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ നേപ്പാളിനെ മൊത്തത്തിൽ കുറ്റം പറയാൻ പാടില്ല. നമുക്ക് അടുത്ത കടയിൽ പോയി നോക്കാം. ഇന്നോ? അത് വേണ്ട. അപ്പൊ എന്തായാലും എണ്ണീക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പോവാ. നിർത്തിയോ? ഞാൻ നിർത്തി. വേണോ? റൈസ് വേണോ? ഇത് ഇവിടെ ധാർചൂലുള്ള നേപ്പാളിലെ ഒരു സ്കൂളാട്ടോ. ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ കയറിയത് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഊണിന് 160 രൂപയാണ് നേപ്പാളി പൈസ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 2 പേർക്കൂടെ ഞാൻ 200 രൂപ കൊടുത്തു. നമുക്ക് നേപ്പാളി പൈസയാണ് 20 രൂപ ബാക്കി വന്നത്. ബ്രിഡ്ജിൻ്റെ അടുത്തൊന്നും പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇവിടെ ഒരു സ്ഥലമുണ്ട്, നേപ്പാളിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പുഴൻ്റെ തീരത്തൊരു സ്ഥലമുണ്ട്. ഇവിടോട്ട് ഇറങ്ങി വന്നാൽ നമുക്ക് കറക്റ്റ് പാലം കാണാം. അപ്പുറം ഇന്ത്യ, ഇപ്പുറം നേപ്പാൾ. ഇത് കണ്ടല്ലേ, നൈസ് വ്യൂ ആണ്. അപ്പോൾ ആർമിക്കാർ കാണാണ്ട് വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. ധാർചൂളേൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, മൊത്തം മലകളാണ് ചുറ്റിനും, കണ്ടല്ലേ. അതുപോലെ നമ്മുടെ റൂമൊക്കെ അതേ കാണാം. ഈ കാണുന്നതാണ് KMBN റൂമൊക്കെ. ഇപ്പം നമ്മളുള്ളത് കറക്റ്റ് ഇന്ത്യ നേപ്പാളിൻ്റെ നടുക്ക് പാലത്തിലാട്ടോ. ആർമി കാണാണ്ടാണ് എടുക്കുന്നത്. ആരെല്ലാം കണ്ടാലേ സീനുള്ള, കണ്ടില്ലേ കുഴപ്പമൊന്നുമില്ല. എന്താ നിനക്ക് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? ലക്ഷ്മൺ ജോലന്റെ രണ്ട് രാജ്യത്തിന്റെ നടുക്കാ നിൽക്കുന്നത്. ഞങ്ങളിത് ആ പാലം ക്രോസ് ചെയ്തിട്ട് ഇപ്പുറം കയറിയതാണ്. ഇവിടെ ധാർചൂലയിലെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ കണ്ടപ്പോൾ, പിന്നെ മാക്കിനെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് കയറ്റി മാക്കിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയവര് ഫുള്ള് വർത്താനൊക്കെ പറയുന്നുണ്ട്. എന്താ മാക്കി പറയുന്നത്? നാരായണ ആശ്രമം അതറിയാവുന്ന 65 കിലോമീറ്റർ. അതൊന്നും വേണ്ട. അവര് ഇവിടെയുള്ള ആ മേലേക്കുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. നമ്മൾ കമ്പനി ആട്ടോ, നമ്മളെ പിടിച്ച് കയറ്റിയൊന്നുമല്ല. അതേപോലെ അവർ വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. മാക്ക് ഇതാ അവിടെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം പൊളിയാണ്. നമുക്ക് ഇവിടുത്തെ ഓറഞ്ചൊക്കെ തന്നു കേട്ടോ. പുള്ളിയാണ് മെയിൻ ഓഫീസറെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിൻ്റെ അവിടെ തന്നെ വന്നിട്ട് ഒരു മണിക്കൂർ നേപ്പാളിലൂടെ ഒന്ന് കറങ്ങി ആ ഒരു രാജ്യത്ത് പോയി തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വന്നു. തിരിച്ച് വരുന്ന വഴിക്കായിരുന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു കിട്ടി. അവരെന്താ പറഞ്ഞേ? അവര് ഇന്ത്യയിൽ എന്തൊക്കെ പറയുന്നുണ്ട്. അങ്ങാടി പോയ പോലെ നമ്മൾ നേപ്പാളിൽ പോയി. സത്യം പറഞ്ഞു. അതല്ല, പോലീസ് സ്റ്റേഷനിൽ എന്താ പറഞ്ഞേ? പോലീസ് സ്റ്റേഷനില് അയാൾ നമ്മളെ നമ്പറൊക്കെ വാങ്ങിക്കണം, മെസ്സേജ് ഒക്കെ അയക്കണം വാട്സപ്പില്. വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു. വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു. അതേപോലെ ഇനി ഉത്തരാഖണ്ഡിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലോ പുള്ളിനെ വിളിച്ചാൽ മതിയാണ്. അയാളാണ് മെയിൻ. അത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായി. ആ പോലീസ് സ്റ്റേഷനിലെ മെയിൻ ആ സല്യൂട്ട് അടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുപോലെ നേപ്പാളിലെ ഓറഞ്ചാണ്. അത് നമുക്ക് എനിക്ക് മാത്രം നിനക്ക് ഒരെണ്ണേ തന്നുള്ളൂ, എനിക്ക് മൊത്തം 3 എണ്ണം തന്നെ. അത് ഞാൻ 2 എണ്ണം കഴിച്ചോട്ടെ. ഇതുണ്ടോ മൊത്തം 3 എണ്ണം എനിക്ക് തന്നു. ഇന്ത്യതും കൂടി എന്നോട് പിടിക്കാനാണ്. ഓക്കെ, ഇന്ത്യയാണ്. അപ്പൊ അത്രയൊക്കെ ആയിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് കൂടുതലായിട്ട് ഇത് കിട്ടിയത് തന്നെ. എനിക്കിട്ടും കണ്ട എന്നെ അതാണ് ഇവനുള്ളത് കൊണ്ട് തന്നെയാണ്. പെണ്ണ ആലോചന ഇപ്പൊ അവിടെ പിന്നീട് എവിടെ ചെന്നാലും ഇതന്നെയാണല്ലോ ചോദിക്കുന്നത്. പെണ്ണിന്റെ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ താടിയെ വരേണ്ടത്. കാരണം എന്താ വെച്ചാല് നേരത്തെ ആൾക്കാർ 30 വയസ്സൊക്കെ എങ്ങോട്ട് കല്യാണം കഴിച്ചില്ലേന്നൊക്കെ ചോദിച്ചുമ്പോ ഇവിടെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ സ്റ്റേഷനിലേക്ക് നീ കേറിയില്ലേ? കേറിയപ്പോ ഫസ്റ്റ് എന്നോട് ചോദിച്ചെന്താ വയസ്സ് ചോദിച്ചില്ലേ? അതാണ്, കല്യാണപ്രായം ആയില്ലെങ്കിൽ ഇവരെ കെട്ടിക്കാനാ ഇവിടെ പോലീസുകാരെ. എനിക്ക് ഉത്തരാഖണ്ഡിലെ പോലീസുകാരൊക്കെ ഇതിലും കൂടെ കുറച്ച് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു. ഋഷികേശിൽ ചെന്നാലും ഋഷികേശില് പോലീസ് സ്റ്റേഷന്റെ മുമ്പ് കൂടി പോകാനേ പറ്റൂല.
ഋഷികേശിൽ ഇവരിനും പോയി കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് കെട്ടിക്കും, അങ്ങനത്തെ അവസ്ഥയാണ് ഋഷികേശിൽ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അരുൺ സാറുണ്ട്, അവരുടെ ക്യാമ്പൊക്കെ ഇവിടെ ഉണ്ട്. ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. ക്യാമ്പിൻ്റെ ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല, ബോർഡറിലെ ഇതായതുകൊണ്ടാണ്. ഒരു ഇൻ്റർനാഷണൽ ബോർഡറാണ് സംഭവം. നമുക്ക് കാണുമ്പോൾ പോകുമ്പോൾ ഒക്കെ വെരി സിമ്പിളാണ്, പക്ഷേ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറേ കാര്യങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ധാർചൂള ചെക്ക് പോസ്റ്റിലാണ്. അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് അതെ, നമ്മൾ അധികം വൈകാണ്ട് തന്നെ ഇന്ത്യ നേപ്പാൾ അടുത്തൊരു ചെക്ക് പോസ്റ്റിലേക്ക് കൂടെ എത്തും. നമ്മളിവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അവരേതാ സ്ഥലങ്ങൾ പറഞ്ഞതന്നെ? നാരായണാശ്രമം. 65 കിലോമീറ്റർ. അവിടെ പോകണോ? ഇല്ല, ഇവിടെ വരെ വന്നതല്ലേ, മേലേക്ക് കുറെ സ്ഥലമൊക്കെ ഉണ്ട്, പൊക്കോളനൊക്കെ പറഞ്ഞു, കുറെ സ്ഥലങ്ങൾ പറഞ്ഞു. പക്ഷെ പകുതി സ്ഥലങ്ങളും പോകാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ നാരായണാശ്രമമാണോ ഉള്ളത്, അവിടെ 65 കിലോമീറ്റർ ഉണ്ട്. അവർക്കൊരു ഡൗട്ട്, മറ്റേ സ്കൂട്ടി പോകുമെന്ന്. വണ്ടി പോവും, ടാക്സി ഉണ്ട്. ടാക്സിക്ക് എല്ലാം 1000-1500 രൂപയൊക്കെയാണെന്നാണ് പറഞ്ഞത്, ഒരാൾക്ക് വരും. നമ്മളെന്തായാലും അതൊന്നും പ്ലാനില്ല. നമ്മൾ മുൻസിയാരിയിൽ നിന്ന് പിത്തോറാഖണ്ഡിന് പോകുമ്പോൾ തൊട്ടടുത്തായിട്ടുള്ളൊരു ഇങ്ങനൊരു നേപ്പാൾ ബോർഡർ ഉണ്ട്, നമുക്ക് നടന്ന് നേപ്പാളിലേക്ക് കയറാമെന്നൊക്കെ അറിഞ്ഞപ്പോൾ ജസ്റ്റ് ഇവിടം വരെ വന്നതാണ്. ഒരു ദിവസം സ്റ്റേ ചെയ്തു. ഇന്നും കൂടെ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ തിരിച്ചിവിടുന്ന് പോവും. തിരിച്ചങ്ങോട്ടാണ് പോകണ്ടേ? ഈ വിളിച്ചോട്ട് മാത്രമാണ് എന്ത് ചെയ്തത്, ഞാൻ ഇന്ത്യക്ക് പിന്നെയും കാല് കുത്തിയത്. ഇല്ലെങ്കിൽ നേപ്പാൾ വഴി അങ്ങനെയൊക്കെ പോയിരുന്നു. നീ പൊക്കോളം പോയല്ലായിരുന്നോ? ഓ, ഇത് ആദ്യം പറയേണ്ടിയില്ലേ? നിന്നെ ആരാ തിരിച്ചു വിളിച്ചേ? നിനക്ക് ഇപ്പോഴും പോവാലോ. ആയിക്കോട്ടെ, എനിക്ക് ദോഷം ചെയ്യോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അടിപൊളി വീഡിയോ കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. ഇത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ചെയ്താണ്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല. ഇവിടെ നേപ്പാൾ ഒരു ദരിദ്ര രാജ്യമാണ്. ഇന്ത്യനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഈ ബോർഡർ തുറന്നു കൊടുത്തില്ലെങ്കിൽ അവർ പട്ടിണി കിടന്ന് ചാവുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട നേപ്പാൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കള്ള്, ഒന്ന് പെണ്ണ്. രണ്ടും നീയാണ് ശ്രദ്ധിക്കേണ്ടത്. ഭയങ്കര. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് നമ്മളോട് പലരും പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് അനുഭവം ഒന്നും ഉണ്ടായില്ല, നമ്മൾ ജസ്റ്റ് കയറി തിരിച്ചിങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ബോർഡർ ഓപ്പൺ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോവാൻ തിരിച്ചു വരാം. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്തില്ല കേട്ടോ. നേപ്പാളിന്റെ ബോർഡറിൽ ഒന്നും നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ത്യൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ബാഗ് ചെക്ക് ചെയ്തു. അവരും ബാഗൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യും. അവർ സാധനങ്ങൾ, നേപ്പാളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നാൽ മെയിനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. നേപ്പാളുമായിട്ട് ഇന്ത്യയായിട്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നമുള്ള ടൈമാണെന്നൊക്കെ കേട്ടായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ.